ലക്ഷങ്ങൾ മരണത്തിലേക്ക് വന്നിറങ്ങിയ റെയിൽവേ സ്റ്റേഷനാണിത്. ഓഷ്വിറ്റ്സ് 2 എന്നറിയപ്പെടുന്ന ബെർക്കനൌവിലെ കോൺസെൻട്രേഷൻ ക്യാമ്പ്. ലോകത്ത് സ്ഥാപിതമായതിൽ വെച്ച് ഏറ്റവും വലിയ കോൺസെൻട്രേഷൻ ക്യാമ്പാണിത്. അതിലേക്ക് ലക്ഷക്കണക്കിന് ആളുകളെ ട്രെയിനിൽ കൊണ്ടുവന്ന കവാടമാണ് പിന്നിൽ. ആ കവാടം കടന്ന് ഇവിടേക്ക് വന്ന തീവണ്ടികൾ ഓരോന്നും കൊണ്ടുവന്നത് ജൂതന്മാരെയും പോളണ്ടുകാരെയും ജിപ്സികളെയുമായിരുന്നു. എല്ലാ ദിവസവും യൂറോപ്പിലെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് ആളുകളെ കുത്തിനിറച്ച ചരക്ക് വാഗണുകളുമായി ട്രെയിനുകൾ ഇവിടേക്ക് വന്നു. നാസി പട കീഴടക്കിയ പ്രദേശങ്ങളിൽ നിന്നുള്ള ജൂതന്മാരായിരുന്നു അതിൽ കൂടുതലും. പിന്നെ യുദ്ധത്തടവുകാരായി പിടിച്ച സോവിയറ്റ് പട്ടാളക്കാരും കമ്മ്യൂണിസ്റ്റുകാരും നാടോടികളും. ഈ പാളങ്ങൾ യൂറോപ്പിലെ എത്രയോ രാജ്യങ്ങളിലേക്കാണ് നീണ്ടുകിടക്കുന്നത്. ശാഖകളായി പിരിയുന്ന ഇതിന്റെ മറ്റു പല അറ്റങ്ങളും ചെന്നെത്തുന്നത് യൂറോപ്പിലെ പ്രമുഖമായ പല നഗരങ്ങളിലേക്കുമാണ്. അവിടെ നിന്നൊക്കെ ജൂതന്മാരെ കുത്തിനിറച്ച് തീവണ്ടികൾ ബെർക്കനൌ ക്യാമ്പിലേക്ക് വന്നു ചേർന്നു. ദിവസവും പല പല വണ്ടികൾ. അതിൽ പല ദേശക്കാരായ ആളുകൾ ഈ ക്യാമ്പിൽ വന്നിറങ്ങിക്കൊണ്ടേയിരുന്നു. വന്നിറങ്ങുന്നവരാകട്ടെ തങ്ങൾ എത്തിയിരിക്കുന്നത് മരണത്തിലേക്കാണെന്ന് അറിഞ്ഞിരുന്നില്ല. കുടുംബസമേതം വാഗണുകളിൽ കയറ്റിയവരെ ഇവിടെ ഇറക്കിയ ഉടനെ വേർതിരിച്ചു. കുട്ടികളെയും വൃദ്ധരെയും ചെറുപ്പക്കാരെയുമെല്ലാം പല പല ഗ്രൂപ്പുകളാക്കി മാറ്റി. എല്ലാവരെയും കൊന്നൊടുക്കുന്നതിനു മുൻപുള്ള നാസികളുടെ വളരെ ചിട്ടയോടുകൂടിയ പ്രവൃത്തികളായിരുന്നു അതെല്ലാം. ഈ വേലിക്കെട്ടിനുള്ളിൽ നിരവധി കെട്ടിടങ്ങളുണ്ടായിരുന്നു. സോവിയറ്റ് സേന ഇടിച്ചു നിരത്തിയ ആ കെട്ടിടങ്ങളുടെ ചിമ്മിനികൾ മാത്രമാണ് ഇന്ന് അവശേഷിക്കുന്നത്. 1941 ബെർക്കനൌ ക്യാമ്പ് പ്രവർത്തനം തുടങ്ങിയത്. 150 ഹെക്ടർ പ്രദേശത്ത് വ്യാപിച്ചു കിടക്കുകയാണ് ഈ ക്യാമ്പ്. ഒരേ സമയം 1,35,000 തടവുകാരെ പാർപ്പിക്കാനുള്ള സൗകര്യമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. പല ഭാഗങ്ങളായി വേലികൊണ്ട് തിരിച്ചായിരുന്നു പല ഗ്രൂപ്പിലുള്ള തടവുകാരെ താമസിപ്പിച്ചിരുന്നത്. അതിൽ തൊഴിലെടുപ്പിക്കേണ്ടവരെ പാർപ്പിക്കുന്ന കെട്ടിടങ്ങളും പരീക്ഷണത്തിന് വിധേയരാക്കേണ്ടവരുടെ കെട്ടിടങ്ങളും ജർമ്മൻ കുറ്റവാളികൾക്കായുള്ള കെട്ടിടങ്ങളും ഉണ്ടായിരുന്നു. ഇവിടെ ഒരു പഴയ വാഗൺ കിടപ്പുണ്ട്. 1940കളിൽ ഉണ്ടായിരുന്ന തരം ഗുഡ്സ് വാഗൺ. ഇത്തരം ഗുഡ്സ് വാഗണുകളിൽ 1944 ഒരു സീസണിൽ മാത്രം 100 തവണകളായി 4 ലക്ഷം ജൂതന്മാരെ ഹംഗറിയിൽ നിന്നും എത്തിച്ചിട്ടുണ്ട്. അവരെല്ലാവരും തന്നെ വന്നിറങ്ങിയതിന്റെ തൊട്ടടുത്ത ദിവസങ്ങളിലായി ഗ്യാസ് ചേംബറുകളിൽ കൊല്ലപ്പെട്ടു. പോളണ്ടിൽ നിന്നും പിടികൂടിയ 3 ലക്ഷം ജൂതന്മാരെയും ഫ്രാൻസിൽ നിന്നും നെതർലൻഡ്സിൽ നിന്നും എത്തിച്ച 1.25 ലക്ഷം ജൂതന്മാരെയും ആ വിധം ഈ ക്യാമ്പിൽ വെച്ച് കൊലപ്പെടുത്തുകയാണുണ്ടായത്. ഈ പാളങ്ങളിലൂടെ ഓരോ ദിവസവും എത്രയോ ട്രെയിനുകളെത്തി. അതൊന്നും തന്നെ പാസഞ്ചർ ട്രെയിനുകളായിരുന്നില്ല. അത്തരം ചരക്കു വാഗണുകളിൽ കൊള്ളാവുന്നതിലും അധികം ആളുകളെ കുത്തിനിറച്ചാണ് ദിവസങ്ങൾ നീണ്ട യാത്രയ്ക്ക് ശേഷം ഇവിടേക്ക് എത്തിച്ചിരുന്നത്. അടച്ചുപൂട്ടിയ ഇത്തരം വാഗണിനകത്ത് വിശന്നും ഒരു തുള്ളി വെള്ളത്തിനു വേണ്ടി ദാഹിച്ചും പ്രാണനു വേണ്ടി പിടഞ്ഞും അവർ യാത്ര ചെയ്തു. ഓരോ വാഗണും എത്തുമ്പോൾ തന്നെ അതിനുള്ളിൽ നിരവധി പേർ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടാകും. ശ്വാസം മുട്ടിയും വിശന്നുമുള്ള മരണങ്ങളായിരുന്നു അവയിലേറെയും. ഇങ്ങനെയൊരു വാഗണിൽ ആയിരക്കണക്കിന് കിലോമീറ്റർ നീളുന്ന യാത്ര എത്ര ദുരിതപൂർണമായിരിക്കുമെന്ന് ചിന്തിക്കുക. നിന്നു തിരിയാനാവാത്ത വിധം ഓരോ ബോഗിയിലും ആളുകളെ കുത്തിനിറയ്ക്കുകയായിരുന്നു. ആ കഥകളാണ് ഗൈഡ് ഞങ്ങളെ ചുറ്റും നിർത്തി പറഞ്ഞു തരുന്നത്. ആകെ 13 ലക്ഷം തടവുകാരെ ട്രെയിൻ മാർഗം ഈ തടങ്കൽ പാളയത്തിൽ എത്തിച്ചിട്ടുണ്ടെന്നാണ് കണക്ക്. ഇത്തരത്തിലുള്ള നൂറുകണക്കിന് ബോഗികളിലാണ് ആളുകളെ കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. യുദ്ധകാലത്ത് ജർമ്മനിയിലെയും നാസികൾ കീഴടക്കിയ നാടുകളിലെയും ചരക്കു തീവണ്ടികൾ മിക്കതും ഉപയോഗിച്ചത് കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലേക്ക് തടവുകാരെ കയറ്റിക്കൊണ്ടുവരുന്നതിനാണ്. ഹംഗറിയിലെ ബുഡാപെസ്റ്റ് നഗരത്തിൽ നിന്നുമാണ് ഏറ്റവും അധികം ജൂതന്മാരെ തീവണ്ടി മാർഗം ബെർക്കനൌവിലെത്തിച്ചത്. 2 ദിവസം നീളുന്ന ദുരിതയാത്രയായിരുന്നു അത്. ഇവിടെ ഒരു ഭാഗത്ത് ഒരു സ്മാരകമുണ്ട്. ഇന്റർനാഷണൽ മോണ്യുമെന്റ് ടു ദ വിക്ടിംസ് ഓഫ് ഫാസിസം എന്നാണ് ഇത് അറിയപ്പെടുന്നത്.
1967 സ്ഥാപിതമായ സ്മാരകം. വർഷം തോറും ഈ സ്മാരകത്തിനടുത്ത് വിപുലമായ അനുസ്മരണ ചടങ്ങുകൾ നടക്കാറുണ്ട്. എല്ലാ ദിവസവും ആളുകൾ ഇവിടെ പൂക്കൾ അർപ്പിക്കുന്നു. ബർക്കനൌ ക്യാമ്പിൽ മരിച്ചവരുടെ പിൻതലമുറയിലുള്ളവരാണ് ഇവിടെ വന്ന് പൂക്കൾ അർപ്പിക്കുന്നത്. ഭീതിതമായ സംഭവങ്ങളുടെ ഓർമ്മകൾ ഉണർത്തുന്ന റെയിൽ പാളങ്ങൾ. ഏതൊക്കെയോ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് നാസികളുടെ കൊലക്കളത്തിലേക്ക് വന്നു ചേരുന്ന പാളങ്ങൾ. പാളങ്ങളുടെ അവസാനം ഇവിടെയാണ്. അവിടെ ആരോ അർപ്പിച്ച പൂക്കൾ. യൂറോപ്പിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പുറപ്പെട്ട ജൂതന്മാരുടെ ജീവിതയാത്ര അവസാനിച്ച പോയിന്റാണ് ഇത്. ആ പാളങ്ങളിൽ ഇന്നും ആളുകൾ പൂക്കൾ അർപ്പിക്കുന്നു. വാടാത്ത പൂക്കൾ. ക്യാമ്പിൽ കൊല്ലപ്പെട്ടവരുടെ പിന്മുറക്കാർ ഇവിടെ വന്നെത്തുന്നുണ്ട്. അവർ പുഷ്പങ്ങൾ കരുതുന്നു. അതിവിടെ സമർപ്പിക്കുന്നു. ആ കാഴ്ച കണ്ണീരോടെയല്ലാതെ കണ്ടു നിൽക്കാനാവില്ല. വിചിത്രമായ കാര്യം, ലക്ഷക്കണക്കിന് ആളുകളെ കൊന്നു തള്ളിക്കൊണ്ടിരിക്കുമ്പോഴും ഇവിടെ നടമാടുന്ന ആ ഭീകരതയെക്കുറിച്ച് പുറം ലോകത്തിന് ഒരറിവുമുണ്ടായിരുന്നില്ല എന്നതാണ്. മുൻപേ എത്തിയവരെല്ലാം കൊല്ലപ്പെട്ടു കഴിഞ്ഞു എന്നറിയാതെയാണ് തീവണ്ടിയിൽ പുതിയ പുതിയ സംഘങ്ങൾ ബർക്കനൌ ക്യാമ്പിലേക്ക് വന്നു ചേർന്നുകൊണ്ടിരുന്നത്. ഈ ഒരു ക്യാമ്പിലേക്കാണ് തങ്ങളെ കൊണ്ടുപോകുന്നതെന്ന് പോലും അവർ അറിഞ്ഞിരുന്നില്ല. മറ്റേതോ ഒരു പ്രദേശത്തേക്ക് ജീവിതം പറിച്ചു നടന്നു എന്ന് മാത്രമായിരുന്നു അവർ ചിന്തിച്ചിരുന്നത്. അത്ര രഹസ്യാത്മകവും ആസൂത്രിതവുമായിരുന്നു നാസികളുടെ സംവിധാനങ്ങളെല്ലാം. യുദ്ധത്തിന്റെ ഏതാണ്ട് അവസാന നാളുകളിലാണ് യൂറോപ്പിൽ നിന്നും പിടികൂടിയ ജൂതന്മാരെയെല്ലാം കൊന്നു തള്ളിക്കൊണ്ടിരിക്കുകയാണെന്ന് മറ്റുള്ളവർ അറിയുന്നത്. പ്രതീകാത്മകമായ ഒരു സ്മാരകമാണ്. കറുത്ത ശിലയിൽ നിർമ്മിച്ച സ്മാരകം. ഞാൻ ഈ നിൽക്കുന്ന പ്രദേശത്ത് മാത്രം 15 ലക്ഷത്തോളം മനുഷ്യരുടെ ആത്മാക്കൾ അലഞ്ഞു നടക്കുന്നുണ്ട്. പുരുഷന്മാരും സ്ത്രീകളും കുഞ്ഞുങ്ങളുമെല്ലാം അതിൽ ഉൾപ്പെടുന്നു. 20 ഭാഷകളിൽ ഇവിടെ ഫലകങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. ക്യാമ്പിൽ കൊല്ലപ്പെട്ടവരുടെ ഭാഷകളാണത്. സ്മാരകത്തിനടുത്തുകൂടി കയ്യിൽ പൂച്ചെണ്ടുകളുമായി നടക്കുന്ന ആളുകൾ. ഇദ്ദേഹത്തിന്റെ മുത്തച്ഛനായിരിക്കാം ഈ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ മരിച്ചു വീണത്. 15 ലക്ഷം എന്ന് പറയുമ്പോൾ സംഖ്യ ചെറുതല്ലെന്ന് ചിന്തിക്കണം. ഇവിടെയുണ്ടായിരുന്ന 2 ക്രിമറ്റോറിയങ്ങൾക്ക് മധ്യത്തിലായാണ് സ്മാരകം സ്ഥാപിച്ചിരിക്കുന്നത്. തകർന്ന നിലയിലാണത്. യുദ്ധത്തിൽ തോൽവി ഉറപ്പായ വേളയിൽ നാസികൾ തന്നെയാണ് ക്രിമറ്റോറിയങ്ങൾ ബോംബിട്ട് തകർത്തത്. ഇത്രയും വിപുലമായ കൊലക്കളങ്ങളും മനുഷ്യശരീരം കത്തിച്ചുകളയാനുള്ള സംവിധാനങ്ങളും ഇവിടെ ഉണ്ടായിരുന്നെന്ന് പുറം ലോകം അറിയാതിരിക്കാനുള്ള തന്ത്രമായിരുന്നു അത്. ഈ തകർന്നു കിടക്കുന്ന അവശിഷ്ടങ്ങൾക്ക് ചുവട്ടിൽ ഭൂഗർഭ ക്രിമറ്റോറിയങ്ങളാണ് ഉണ്ടായിരുന്നത്. മൃതദേഹങ്ങൾ കീറിമുറിച്ച് പരീക്ഷണങ്ങൾ നടത്തുന്ന കേന്ദ്രങ്ങളും ക്രിമറ്റോറിയത്തോടനുബന്ധിച്ച് ഉണ്ടായിരുന്നു. ട്രെയിനിൽ ഇവിടേക്കെത്തുന്ന ആളുകളെ ഇറങ്ങുന്നിടത്ത് തന്നെ വെച്ച് വേർതിരിച്ച് ഓരോരോ ഭാഗത്തേക്ക് കൊണ്ടുപോകുന്നതായിരുന്നു പതിവ്. ആദ്യ ഗ്രൂപ്പ് നേരിട്ട് ഗ്യാസ് ചേംബറിലെത്തുമ്പോൾ മറ്റൊരു ഗ്രൂപ്പ് നിർബന്ധിത ജോലികൾക്കായി നിയോഗിക്കപ്പെട്ടു. മൂന്നാമത്തെ ഗ്രൂപ്പിലുള്ളവരാണ് ഏറ്റവും അധികം വേദന സഹിച്ചിട്ടുണ്ടാവുക. അവരെ വൈദ്യപരീക്ഷണങ്ങൾക്കായിട്ടാണ് ഉപയോഗിച്ചത്. മരണത്തിന്റെ മാലാഖ എന്നറിയപ്പെട്ടിരുന്ന ഡോക്ടർ ജോസഫ് മെങ്കലിന്റെ കൈകളിലാണ് അവരെത്തിപ്പെട്ടത്. നാസികൾ തന്നെ ബോംബ് വെച്ച് തകർത്ത മറ്റൊരു കെട്ടിടം. ഇത്തരത്തിലുള്ള 4 വമ്പൻ ക്രിമറ്റോറിയങ്ങളാണ് ഇവിടെ ദിവസത്തിൽ 24 മണിക്കൂറും മനുഷ്യ ശരീരം ചാമ്പലാക്കിക്കൊണ്ടിരുന്നത്. ഗ്യാസ് ചേംബറാണ് മറ്റൊന്ന്. അത് ഭൂഗർഭത്തിലായിരുന്നു. ഇക്കാണുന്ന ഭാഗം എൻട്രൻസ് ടു അണ്ടർഗ്രൗണ്ട് ഹാൾ എന്നറിയപ്പെടുന്നു. ഭൂഗർഭത്തിലെ ഗ്യാസ് ചേംബറുകളിലേക്കുള്ള വഴി. ഗ്യാസ് ചേംബറിൽ എത്തിക്കുന്നതിന് മുൻപ് ഇവിടെ വെച്ച് തടവുകാരെ പൂർണ്ണമായും വിവസ്ത്രരാക്കിയിരുന്നു. ദീർഘമായ ട്രെയിൻ യാത്രയിൽ ശരീരത്തിൽ അണുബാധ ഏറ്റിട്ടുണ്ടാവുമെന്നും വസ്ത്രങ്ങളെല്ലാം ഊരിമാറ്റി കുളിച്ച ശേഷമേ ക്യാമ്പിൽ പ്രവേശിപ്പിക്കാനാവൂ എന്നും നാസി ഉദ്യോഗസ്ഥർ തടവുകാരോട് പറഞ്ഞു. ഷവറിനു വേണ്ടി എന്ന വ്യാജേനയാണ് അവരെ വലിയ ചേംബറുകളിലേക്ക് ഒരുമിച്ച് കയറ്റുക. 2000 ആളുകൾക്ക് നിൽക്കാവുന്ന ഹാളായിരുന്നു ഓരോ ഗ്യാസ് ചേംബറും. അതിന്റെ മുകൾ ഭാഗത്ത് ആളുകളെ കബളിപ്പിക്കാനായി ഷവർ പോലുള്ള സംവിധാനം വ്യാജമായി ഘടിപ്പിച്ചു വച്ചിരുന്നു.
അതിലൂടെ ജലം വന്നെത്തുന്നതും കാത്തുനിൽക്കുന്ന തടവുകാരുടെ ഇടയിലേക്ക് സൈക്ലോൺ ബി എന്ന വിഷപ്പെല്ലറ്റിൽ നിന്നുള്ള വാതകമാണ് വന്നിറങ്ങിയത്. സൈനൈഡ് മിശ്രിതമായിരുന്നു സൈക്ലോൺ ബി. ആ വിഷവാതകം ശ്വസിച്ച് ചേംബറിലുള്ള 2000 പേരും മിനിറ്റുകൾക്കകം പിടഞ്ഞു മരിക്കും. 15 മിനിറ്റ് കൊണ്ട് എല്ലാവരുടെയും ജീവൻ നഷ്ടപ്പെടുമെന്നാണ് കണക്ക്. തുടർന്ന് ചേംബർ തുറന്ന് തടവുകാരായ ജൂതന്മാരെ കൊണ്ട് തന്നെ മൃതദേഹങ്ങൾ ക്രിമറ്റോറിയത്തിലെത്തിച്ച് ദഹിപ്പിച്ചു കളയും. ഗ്യാസ് ചേംബറിൽ നിന്നും ക്രിമറ്റോറിയത്തിലേക്ക് മൃതദേഹങ്ങൾ മാറ്റുന്ന മിക്ക തടവുകാരും അതാത് ദിവസം വൈകുന്നേരം നാസി ഉദ്യോഗസ്ഥരുടെ വെടിയുണ്ടകൾക്ക് ഇരയാകുകയായിരുന്നു പതിവ്. ഒരു വിധത്തിലും ഗ്യാസ് ചേംബർ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തു പോകാതിരിക്കാനാണ് അവരെ അന്നു തന്നെ കൊന്നുകളഞ്ഞത്. ഗ്യാസ് ചേംബറിന്റെ സമീപം ഡിസെക്ഷൻ റൂം എന്നൊരു സംവിധാനമുണ്ടായിരുന്നു. അവിടെ വച്ച് മൃതദേഹങ്ങൾ കീറിമുറിച്ചുള്ള പരീക്ഷണങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു. ഇന്ന് സർവ്വസാധാരണമായ പല പോസ്റ്റ്മോർട്ടം രീതികളും കുറ്റാന്വേഷണത്തിനുതകുന്ന കാര്യങ്ങളും കണ്ടുപിടിച്ചത് ഈ ക്യാമ്പിൽ കൊല്ലപ്പെട്ട ആളുകളുടെ മൃതദേഹത്തിൽ നടത്തിയ പരീക്ഷണങ്ങളിലൂടെയാണ്. അങ്ങനെ മനുഷ്യരാശിക്ക് ചില ഗുണങ്ങൾ നാസികൾ സംഭാവന ചെയ്തിരുന്നു. മനുഷ്യരെ ഏതുവിധവും പരീക്ഷണ വസ്തുവാക്കാനുള്ള അവസരമാണ് നാസികൾക്ക് ഇവിടെ ലഭിച്ചത്. രണ്ടാം ലോകമഹായുദ്ധകാലത്ത് ഇങ്ങനെയുള്ള ക്യാമ്പുകളിൽ നടത്തിയ പരീക്ഷണങ്ങളിലൂടെയാണ് മെഡിക്കൽ സയൻസിന് തന്നെ ഗുണകരമായ പല വിവരങ്ങളും ലഭിച്ചത്. ക്രിമറ്റോറിയത്തിൽ നിന്നും നീക്കം ചെയ്യുന്ന ചാരവും അസ്ഥി അവശിഷ്ടങ്ങളും ഇവിടെ തന്നെയുള്ള വലിയ കുഴികളിലാണ് നിക്ഷേപിച്ചിരുന്നത്. ഈ ക്യാമ്പിൽ വന്നു ചേർന്നവരെ സംബന്ധിച്ചുള്ള മുഴുവൻ രേഖകളും നാസികൾ ദഹിപ്പിച്ചു കളയുകയാണുണ്ടായത്. ഇന്ത്യയിലെ 13 സംസ്ഥാനങ്ങളിലൂടെയുള്ള സഞ്ചാരം ഇപ്പോൾ പെൻഡ്രൈവിൽ ലഭിക്കുന്നു. ചരിത്രവും ഐതിഹ്യങ്ങളും യഥാർത്ഥ ജീവിതവും ഒത്തുചേരുന്ന ഇന്ത്യൻ കാഴ്ചകളുടെ ഈ അസുലഭ ശേഖരം സ്വന്തമാക്കാൻ 99544422 എന്ന നമ്പറിലേക്ക് ഇന്ത്യ എന്ന് SMS ചെയ്യൂ. നിർബന്ധിത ജോലിക്കായി നിയോഗിക്കപ്പെട്ടവരെയും പരീക്ഷണങ്ങൾക്കായി തിരഞ്ഞെടുത്തിരുന്നവരെയും പാർപ്പിച്ചിരുന്ന കെട്ടിടങ്ങളാണ് ഇത്. ഇത്തരത്തിൽ 174 ബാരക്കുകളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഓരോ ബാരക്കും പല ബേകളായി തിരിച്ചിരുന്നു. ഒരു തടവുകാരന് ഒരു ബാരക്കിനകത്ത് ഉപയോഗപ്പെടുത്താവുന്ന പരമാവധി സ്ഥലം 1 സ്ക്വയർ മീറ്റർ ആയിരുന്നു. ഒരേ സമയം 1,00,000-ലേറെ ആളുകളാണ് ബാരക്കുകളിൽ ഉണ്ടായിരുന്നത്. അവർക്കെല്ലാം നാമമാത്രമായെങ്കിലും ഭക്ഷണം നൽകുന്നത് തന്നെ വലിയ ചെലവായിരുന്നു. അതിനാൽ എല്ലാവരെയും പെട്ടെന്ന് തന്നെ കൊന്നുകളയാനാണ് നാസികൾ വ്യഗ്രത കാണിച്ചത്. ഇവിടെയെല്ലാം ബാരക്കുകൾ ഉണ്ടായിരുന്നതാണ്. കെട്ടിടങ്ങളുടെ ചിമ്മിനിക്കുഴലുകൾ മാത്രമാണ് ഇപ്പോൾ ഉയർന്നു നിൽക്കുന്നത്. ഓഷ്വിറ്റ്സ് മേധാവിയായിരുന്ന റുഡോൾഫ് ഹോസ് യുദ്ധാനന്തരം നടന്ന വിചാരണ വേളയിൽ തന്റെ നിയന്ത്രണ കാലഘട്ടത്തിൽ 30 ലക്ഷം പേരെ ഇവിടെ വെച്ച് കൊന്നിട്ടുണ്ടെന്നാണ് മൊഴി നൽകിയത്. സാധാരണ ജർമ്മൻ തടവുകാരാണ് മറ്റുള്ളവരെ നിയന്ത്രിച്ചിരുന്നത്. അവർ കാപ്പോകൾ എന്നറിയപ്പെട്ടു. മറ്റൊരു വിഭാഗം ജൂതന്മാരിൽ നിന്ന് തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട സോണ്ടർ കമാൻഡോകളായിരുന്നു. ഗ്യാസ് ചേംബറിലേക്കുള്ളവരെ ഒരുക്കുകയും ചേംബറിൽ മരണപ്പെടുന്നവരെ ക്രിമിറ്റോറിയത്തിലെത്തിച്ച് കത്തിക്കുകയും ചെയ്യുന്നത് സോണ്ടർ കമാൻഡോകളാണ്. 4-5 ദിവസം കൂടുമ്പോൾ ഒരു ഗ്രൂപ്പ് സോണ്ടർ കമാൻഡോകളെ വെടിവെച്ചു കൊല്ലുകയും അവർ ചെയ്തിരുന്ന ജോലി തുടരാനായി മറ്റൊരു ഗ്രൂപ്പിനെ ഏർപ്പെടുത്തുകയുമായിരുന്നു പതിവ്. ക്യാമ്പിലുള്ളവർ വേനൽക്കാലത്ത് പുലർച്ചെ 4:30-നും ശൈത്യകാലത്ത് 5:30-നും ഉണരണമെന്നാണ് ക്യാമ്പ് നിയമം. കൃത്യം 4:30-ന് ഓരോ ബാരക്കിലും സ്ഥാപിച്ചിരിക്കുന്ന മണി ശബ്ദിക്കും. അതിനു പിന്നാലെ കാപ്പോകളുടെയും നാസി ഉദ്യോഗസ്ഥരുടെയും ആക്രോശവുമെത്തും. ഉറങ്ങുന്നവരെയും ഉണർന്നിരിക്കുന്നവരെയുമെല്ലാം നീളൻ വടികൊണ്ട് അവർ അടിച്ചു തുടങ്ങും. തടവുകാരുടെ ഒരു ദിനം ആരംഭിക്കുന്നത് അങ്ങനെയാണ്. ഉണർന്നവർ ഉടനെ തന്നെ പരിമിതമായ സൗകര്യങ്ങളിൽ പ്രഭാതകൃത്യങ്ങൾ നിർവഹിച്ച് തിരികെ എത്തണം. രണ്ടാമത്തെ മണി മുഴങ്ങുമ്പോഴേക്കും എല്ലാവരും റോൾ കോൾ ഗ്രൗണ്ടിൽ നിരന്നു നിൽക്കണമെന്നതാണ് നിർദ്ദേശം. എണ്ണമെടുക്കലിന് ശേഷം തടവുകാരെ ഓരോരോ ജോലികൾക്കായി കൊണ്ടുപോകുന്നു. കൃഷിയിടങ്ങളിലേക്കും പാറമടകളിലേക്കും ക്യാമ്പിലെ തന്നെ അടുക്കളയിലേക്കുമെല്ലാം അവർ നിയോഗിക്കപ്പെടും. 11 മണിക്കൂറാണ് ജോലി സമയം.
രാത്രിയാകുന്നതോടെ എല്ലാവരും ക്യാമ്പിലേക്ക് തിരിച്ചെത്തുന്നു. രാത്രി 7 മണിക്കുമുണ്ട് റോൾ കോൾ. ജോലിക്ക് പോയ ആരെങ്കിലും രക്ഷപ്പെട്ടിട്ടുണ്ടോ എന്നറിയാനാണിത്. തുടർന്ന് രാത്രി ഭക്ഷണം. 9 മണിക്ക് വീണ്ടും ഒരു മണി മുഴങ്ങും. അതോടെ ക്യാമ്പ് പൂർണ്ണമായും നിശബ്ദതയിലാകണമായിരുന്നു. താൽക്കാലിക ആവശ്യത്തിനായി പണിതതായതിനാൽ ദീർഘകാലം നിലനിൽക്കേണ്ട വിധം ഉറപ്പോടുകൂടിയല്ല കെട്ടിടങ്ങളൊന്നും നിർമ്മിച്ചത്. അതിനാൽ അവയിൽ പലതും ഇന്ന് തടികൾ ഉപയോഗിച്ച് താങ്ങി നിർത്തിയിരിക്കുന്നത് കാണാം. ബാരക്കുകൾ കാണാനായി കയറി ചെല്ലുകയാണ്. വലിയ ഉറപ്പോടെയൊന്നുമല്ല മതിലുകൾ കെട്ടിയിരിക്കുന്നത്. ഈ കെട്ടിടങ്ങൾ ഡെത്ത് ബാരക്സ് എന്നാണ് അറിയപ്പെടുന്നത്. നാസികൾ വിവിധയിടങ്ങളിൽ ജോലിക്ക് നിയോഗിച്ചിരുന്ന സ്ത്രീകൾ തുടർന്ന് ജോലി ചെയ്യാൻ ആവാത്ത വിധം ആരോഗ്യം ക്ഷയിക്കുമ്പോൾ അവരെ ഈ ബാരക്കുകളിലാണ് താമസിപ്പിച്ചിരുന്നത്. ഭക്ഷണവും വെള്ളവും നൽകാത്തതിനാൽ പലരും ബാരക്കുകളിൽ തന്നെ മരിച്ചു വീണു. അതിക്രൂരമായ പീഡനങ്ങൾക്കാണ് നാസി ക്യാമ്പിൽ സ്ത്രീകൾ ഇരയായിക്കൊണ്ടിരുന്നത്. നാസി ഡോക്ടർ ജോസഫ് മെംഗലിന്റെ ക്രൂരമായ പരീക്ഷണങ്ങൾക്ക് അവർ സ്ഥിരമായി വിധേയരായിക്കൊണ്ടിരുന്നു. ട്രെയിനുകളിൽ എത്തുമ്പോൾ തന്നെ പലതായി തിരിക്കപ്പെടുന്ന ആളുകളിൽ 4ാം ഗ്രൂപ്പുകാർ സ്ത്രീകളായിരുന്നു. ജർമ്മൻ പട്ടാളക്കാരുടെ ഉപയോഗത്തിനുള്ളതായിരുന്നു അവർ. മനുഷ്യരെ മൃഗതുല്യരായി കണക്കാക്കിയിരുന്ന നാസികൾ കൊല്ലുന്നതിന് മുൻപ് അവരെ സൂക്ഷിച്ചിരുന്ന താൽക്കാലിക കേന്ദ്രം മാത്രമായിരുന്നു ഈ ബാരക്കുകൾ ഓരോന്നും. ഇവിടെ മരണം കാത്ത് കിടന്നിരുന്നവരുടെ മാനസികാവസ്ഥ ചിന്തിക്കുക. ഇതായിരുന്നു ബാരക്കിനകത്തെ സൗകര്യങ്ങൾ. കൊടും തണുപ്പിലും തടവുകാർ ഇവിടെ കഴിഞ്ഞുകൂടി. ആവശ്യത്തിന് ടോയ്ലറ്റുകളില്ല. ദുർഗന്ധവും എലി, പഴുതാര തുടങ്ങിയ ക്ഷുദ്രജീവികളുടെ ഉപദ്രവവുമെല്ലാം സഹിച്ച് ആളുകൾ ഇവിടെ ജീവിച്ചു. ഈ ഓരോ കള്ളിയിലും 30 പേർ വീതമാണ് കിടന്നിരുന്നത്. ഒരാൾക്ക് കഷ്ടിച്ച് നീണ്ടു നിവർന്ന് കിടക്കാനുള്ള സ്ഥലം മാത്രം. രോഗികളും നാസികളുടെ ഉപദ്രവത്തിൽ ശരീരഭാഗങ്ങൾ മുറിഞ്ഞു വ്രണമായവരുമെല്ലാം ഇവിടെ ഒരുമിച്ചു കൂടിക്കിടന്നു. പലപ്പോഴും ആളുകൾ കിടന്നുറങ്ങിയിരുന്നത് മൃതദേഹങ്ങളോടൊപ്പമാണ്. രാവിലെ ഉണരുമ്പോൾ മാത്രമാണ് തങ്ങളോടൊപ്പം ഉറങ്ങിയിരുന്നവർ മരിച്ച് മരവിച്ചു കിടക്കുകയാണെന്ന് മനസ്സിലാവുക. പലകകൾ കൊണ്ട് തട്ടുകൾ തിരിച്ചിരിക്കുന്നു. പുതപ്പോ കിടക്കയോ തലയിണയോ ഒന്നുമുണ്ടാവില്ല. ശൈത്യകാലത്ത് ഈ മേഖലയിലെല്ലാം അസഹ്യമായ തണുപ്പായിരിക്കും. താപനില -ഡിഗ്രിയിലേക്ക് പോകുന്ന ദിവസങ്ങളുമുണ്ട്. അപ്പോഴും തടവുകാർ ഇവിടെ ഇങ്ങനെ കിടക്കണം. ന്യൂമോണിയ തുടങ്ങിയ അസുഖങ്ങൾ ബാധിച്ച് ആ സമയത്ത് നിരവധി പേരാണ് ഈ അറകളിൽ മരിച്ചത്. മരണത്തിലേക്ക് കടന്നുപോയ ലക്ഷക്കണക്കിന് ആളുകൾ ജീവിച്ച ഇടങ്ങളാണ്. അവരുടെ ജീവിതത്തിലെ അവസാന ദിനങ്ങൾ ഏറ്റവും ദുരിതമയമാക്കിയ ബാരക്കുകൾ. ചരിത്രം ഇവിടെ തേങ്ങലോടെ വിറങ്ങലിച്ചു നിൽക്കുകയാണ്. മനുഷ്യൻ അവന്റെ സഹജീവികളോട് ചെയ്ത വിവരണാതീതമായ ക്രൂരതകളുടെ തെളിവ് തന്നെയാണ് ഇത്. ബാരക്കിൽ നിന്നും പുറത്തിറങ്ങുമ്പോൾ നെഞ്ചത്ത് വലിയ ഭാരമാണ്. ഗൈഡ് ഉപസംഹാര പ്രസംഗം നടത്തുകയാണ്. മനുഷ്യനെ വെറുക്കാൻ നിരവധി കാരണങ്ങൾ കണ്ടെത്താനാവും. ഒരു ജനവിഭാഗത്തെ മറ്റൊരു കൂട്ടർക്ക് അനഭിമതരായി പ്രഖ്യാപിക്കാനും കാരണങ്ങളുണ്ടാക്കാം. മതത്തിന്റെയോ ജാതിയുടെയോ വംശത്തിന്റെയോ പേരിൽ അവരെ വേർതിരിക്കാനും ഭരണാധികാരികൾക്ക് എളുപ്പമാണ്. ഒരിക്കൽ ചരിത്രം അത്തരം ക്രൂരതകൾ ചെയ്യുന്നവരെ വിചാരണ ചെയ്യും. മനുഷ്യരാശി ഉള്ളിടത്തോളം കാലം ആളുകൾ ആ ക്രൂരത പ്രവർത്തിച്ചവരെ ശപിച്ചുകൊണ്ടുമിരിക്കും. ഓഷ്വിറ്റ്സ് ക്യാമ്പ് നൽകുന്ന സന്ദേശവും അതുതന്നെയാവുന്നു. ഹിറ്റ്ലറുടെ ഭരണകാലത്ത് അയാളെ പ്രകീർത്തിച്ചിരുന്ന ജർമ്മൻകാരുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ മണ്ണിലേക്കെത്തുന്നത് ആ ഹിറ്റ്ലറെയും നാസികളെയും ശപിക്കാനായി മാത്രമാണ്. അവർ നടത്തിയ ക്രൂരതകളുടെ ഇന്നും അവശേഷിക്കുന്ന സാക്ഷ്യങ്ങൾ നേരിൽ കണ്ടറിയാനാണ്. 15 ലക്ഷത്തോളം ആളുകളെ 4 വർഷം കൊണ്ട് കൊന്നു തീർക്കുക എന്നത്
എന്തൊരു കൊടിയ ക്രൂരതയാണ്! ഈ ഒരു ക്യാമ്പിലെ മാത്രം കാര്യമാണത്. അത്തരമൊരു കാലം ചരിത്രത്തിൽ ഇനിയും ഒരിക്കലും ഉണ്ടാവരുതെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഈ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ നിന്നും ഞാൻ പുറത്തേക്ക് നടക്കുന്നത്. ഭീകരതയുടെ വിളനിലമായിരുന്ന വേലിക്കെട്ടിനകത്തു നിന്നും പുറത്തു കടന്നു. നാസികളുടെ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ അകപ്പെട്ടിരുന്ന ഞാൻ അവിടെ നിന്നും പുറത്തിറങ്ങിയ തോന്നൽ. ഈ വേലിക്കെട്ടിനകത്ത് യഥാർത്ഥ തടവുകാരായി ജീവിച്ച മനുഷ്യരുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? മതിലുകളില്ല, ഈ കമ്പിവേലികൾ മാത്രം. പക്ഷേ അതിനുള്ളിൽ മരണമായിരുന്നു, മരണം മാത്രം.